ഹലോ മക്കളെ, ഓണപരീക്ഷയ്ക്ക് ഇനി 3-4 ദിവസം കൂടി ഉള്ളൂ. നല്ല ടെൻഷൻ ആയിരിക്കും അറിയാം. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും 39 ചാപ്റ്റർ പഠിക്കണ്ട, 25 ചാപ്റ്റർ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയായിരിക്കും. ഓക്കെ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓണം എക്സാമിന് നിങ്ങളൊക്കെ വിചാരിക്കാൻ 39 ചാപ്റ്ററിനെ കൊണ്ട് പറ്റുന്നില്ല, എങ്ങനെയും ചാപ്റ്റർ ഒന്ന് കുറച്ച് എവിടെ നിന്നാണ് മാർക്ക് കിട്ടുക എന്നുള്ള എല്ലാ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു കമൻറ്റ് ലീവ് ചെയ്യുക, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന്. പേടിക്കേണ്ട, ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും, ഫുള്ളായിട്ട് കാണാം. നിങ്ങൾ ആ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലേ, എപ്പോഴും വിളിച്ചിട്ട് പറയുന്നത്, അവനും കൂടി അയച്ചു കൊടുക്കുക ഇപ്പം തന്നെ. ഓക്കെ, ഇനി ഫസ്റ്റ് കാര്യം, സാർ എന്താണ് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ഇടാൻ കാരണം? ഫസ്റ്റ് കാര്യം മനസ്സിലാക്കുക, ഓണപരീക്ഷ SSLCക്ക് വേണ്ടിയിട്ട് ആരും ഇന്നേ വരെ ഒരു ഒഫീഷ്യൽ സിലബസ് തന്നിട്ടില്ല, ഗവൺമെൻറ് തന്നിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് രൂപത്തിൽ തരും, നമ്മൾ രൂപത്തിൽ തരും, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട്. പിന്നെ കുറച്ച് വർഷങ്ങൾ മുമ്പ് ഒരു സ്കീം ഓഫ് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും പ്രോപ്പറായിട്ടല്ല ഫോളോ ചെയ്തിട്ട് പേപ്പർ വരുന്നത്. ഇനി 39 ചാപ്റ്റേഴ്സിൻ്റെ കണക്ക് എവിടെ നിന്ന് വന്നു? സാർ, എൻ്റെ ടീച്ചർ പറയുന്നു 3 ചാപ്റ്റർ ഉണ്ട്, സ്കൂളിൽ നിന്ന് മറ്റേ ടീച്ചർ പറയുന്നു 4 ചാപ്റ്റർ ഉണ്ട്, എൻ്റെ ഫ്രണ്ടിന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പറയുന്നു 5 ചാപ്റ്റർ ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കൂടിപ്പോയാൽ മാക്സിമം വരാൻ പറ്റുന്ന ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് ഈ 39. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ 39നെക്കാട്ടും കുറച്ച് കൂടുതലുണ്ട് സ്കീം ഓഫ് വർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ മാത്സിൽ 4 ചാപ്റ്റർ, ഫിസിക്സിൽ 3, കെമിസ്ട്രിയിൽ 3, സോഷ്യൽ 7. ഇതൊക്കെയാണ് 39 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കൂടിപ്പോയാൽ വരുന്ന ചാപ്റ്റേഴ്സ്. ഇതിനപ്പുറം നിങ്ങളൊരു ഓണം എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് സാർ നമുക്കത് 20-25 ചാപ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുക? എനിക്കിനി 39 ചാപ്റ്റർ ഒന്നും പഠിച്ചു തീർക്കാൻ സമയമില്ല, കാരണം 3-4 ദിവസമേ ഉള്ളൂ. എല്ലാ എക്സാമിൻ്റെ മുമ്പ് ഒരു രാത്രി അല്ലെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെ പഠിക്കാനുള്ള. എന്താണ് ചെയ്യുക? ഈ സ്ട്രാറ്റജി ഫുൾ മാർക്ക് മേടിക്കുന്ന കുട്ടിയല്ല ഫോളോ ചെയ്യേണ്ടത്, ഫുൾ A+ ഉറപ്പായിട്ട് എയിം ചെയ്യുന്ന കുട്ടിയല്ല എയിം ചെയ്യേണ്ടത്, ബാക്കി എല്ലാവരും എയിം ചെയ്യണം. ഓക്കെ, ബാക്കി ടെൻഷൻ അടിച്ചിരിക്കുന്നവരും ഒന്നും എവിടെ എത്താത്തവരും, സാറേ ഞാൻ ഇനി പഠിച്ചു തുടങ്ങി എന്ത് ചെയ്യണം എന്ന് പറയുന്നവർക്ക് മെയിൻ ആയിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. പേടിക്കേണ്ട മക്കൾ, 25 ചാപ്റ്റർ പഠിച്ചത് സാർ ഞാൻ പാസ്സാവും മാത്രമാണോ? അല്ല, A കിട്ടാം, A+ കിട്ടാം, പക്ഷേ ബുദ്ധിപൂർവ്വം ചെയ്യണം. അതിനുള്ള സ്ട്രാറ്റജിയും ഏത് ചാപ്റ്റർ പഠിക്കേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. പിന്നെ മക്കളെ, എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് ഓണം പ്രമാണിച്ച് നിങ്ങൾക്ക് 1000 rupees ഓഫ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 4000 rupees ബാച്ചിൽ ജോയിൻ ചെയ്യാം. പക്ഷേ ഇത് വളരെ ലിമിറ്റഡ് ഓഫറാണ്, സെപ്റ്റംബർ 3-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫീസ് വീണ്ടും ഓണം ഓഫർ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഫുൾ ഇയറിലേക്ക് നിങ്ങൾക്ക് 3999. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ എത്ര പഠിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്കും A+ ഒക്കെ വേണമെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി 7:30 ലൈവ് ഉണ്ട്. ഇന്നത്തെ ലൈവിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അത് പോയി കാണാം. ഓക്കെ, അത് പോയി കാണാം. അവിടുന്ന് തുടങ്ങാം നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജി. ഓക്കെ, ഇനി ഞാൻ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ എക്സാമിൻ്റെ വെയിറ്റേജ് വെച്ച് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ 2 വർഷത്തെ ഓണപരീക്ഷൻ്റെ വെയിറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 2 ടിക്ക് ഇട്ടെന്ന് വെച്ചാൽ 2 ടിക്ക് ഇട്ടാൽ നിങ്ങൾ എന്താണെങ്കിലും പഠിക്കണം. ഓക്കെ, അത് നിങ്ങൾ പാസ്സാവുന്ന കുട്ടിയായിക്കോട്ടെ, ഫുൾ മാർക്ക് പഠിക്കുന്നത് 2 ടിക്ക് ഇട്ടാൽ പഠിക്കാതെ വേറെ വഴിയില്ല. ഓക്കെ, 1 ടിക്ക് ഇട്ടാൽ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റില്ല, പഠിക്കണം, ഫോർമുലയും ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെക്കണം. ഇനി ടിക്ക് ഇടാത്ത ചാപ്റ്റർ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് 2 ചാപ്റ്റർ നിങ്ങൾ മാത്സിലെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു നല്ല മാർക്ക് കിട്ടും മക്കൾ, നല്ലൊരു വലിയ മാർക്ക് കിട്ടും. ഇത് 2 കൂടി പഠിച്ചു നോക്കിയാൽ ഇപ്പം തന്നെ ഒരു 70 മേലെ കിട്ടിയില്ലേ, മതി, ധാരാളം, A+ ആയി. ഇനിയിപ്പം ഈ പ്രാവശ്യം കുറച്ച് മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 50-60 മാർക്ക് കിട്ടി. അത് 2 പഠിച്ചാൽ തന്നെ. 3-ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം, ഇത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ. ഓക്കെ, വേണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ ടിക്ക് ഇടുന്നില്ല, റോങ് ഇടുന്നില്ല, നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി റോങ് ഇടാൻ കാരണം എന്താ? ക്രോസ് ഇട്ടത്. നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കണ്ട. ഓക്കെ, നിങ്ങൾ സമയം കുറവാണ് സാർ, ഒരു വഴിയില്ലെങ്കിൽ പഠിക്കണ്ട. ഞാൻ പറഞ്ഞോട് പഠിക്കാതിരിക്കരുത്. സമയമില്ല നിങ്ങൾക്ക്, ഇനി ഇതിന് ഒട്ടും നമുക്ക് മൊത്തം കുളം ഒന്നും കൂടി പഠിച്ചാൽ എന്നുള്ള അവസ്ഥയുള്ള കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. പഠിക്കാൻ സമയമുണ്ട്, ഞാൻ ഇനി അലൻ സാറ് പറഞ്ഞുകൊണ്ട് പഠിക്കുന്നില്ല, അങ്ങനെ ആവരുത്. എക്സാമിന് വരുന്നുണ്ട്, എക്സാമിന് വരാൻ സാധ്യതയുണ്ട്, പക്ഷേ മാർക്ക് കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾ അത് വിട്ടോ, അത് പഠിച്ച് ഇനി കുളമാക്കേണ്ട ബാക്കിയുള്ളൂ. അപ്പോൾ 2 ചാപ്റ്റർ ഫസ്റ്റ് എന്താണെങ്കിലും പഠിക്കണം മാത്സിൻ്റെ. ഓക്കെ, 3-ാമത്തെ ചാപ്റ്റർ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ. പിന്നെ മക്കളെ, നിങ്ങൾക്ക് മാത്സിലെ 4 ചാപ്റ്റേഴ്സിന് ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് ഒരു വീഡിയോ, അതിൻ്റെ ക്വസ്റ്റൻസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷോർട്ട് നോട്ട്സിന്. അപ്പോൾ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം ഷോർട്ട് നോട്ട്സിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വരണം, എന്നാലേ ഞാൻ അത് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫിസിക്സിലേക്ക് വരുമ്പോൾ സിലബസ് പ്രകാരം 3 ചാപ്റ്റർ വരുന്നതാണ്. ഓക്കെ, കഴിഞ്ഞ വർഷം 3 ചാപ്റ്റർ ചോദിച്ചിട്ടില്ല. കാരണം എന്താണ്? കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഓണം കുറച്ച് നേരത്തെ ആയിരുന്നു, ഓഗസ്റ്റിലായിരുന്നു നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം ഉണ്ടാവില്ല തീർക്കാൻ. ഈ വർഷം അതുകൊണ്ട് വരുന്ന ഉറപ്പുണ്ടോ? ആർക്കും പറയാൻ പറ്റില്ല. കൂടിപ്പോയാൽ 3rd ചാപ്റ്റർ ഹാഫ് വരെ വരും, അത്രേ വരുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ചാപ്റ്റർ എന്താണെങ്കിലും പഠിക്കണം. 40 മാർക്ക് എക്സാമാണ്, അതിൽ 31 മാർക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, 31 മാർക്ക്. ഇനിയിപ്പോൾ കുറഞ്ഞ നിങ്ങൾക്ക് 20-25 മാർക്ക് കിട്ടി, മോർ ദൻ ഹാഫ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്റർ 1 ടിക്കറ്റ് ഉണ്ട്, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, കുറച്ചെങ്കിലും പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 10 മാർക്ക് കിട്ടിയോ, 30 മാർക്ക് കിട്ടിയാലോ. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ നന്നായിട്ട് തന്നെ പഠിച്ചു പോകണം. ആദ്യത്തെ ചാപ്റ്റർ വിടാൻ പറ്റില്ല, 3-ാമത്തെ ചാപ്റ്റർ എൻ്റെ പേപ്പറിൽ വിട്ടോ, കുഴപ്പമില്ല. ഇനി കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ എന്താണെങ്കിലും പഠിക്കാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ്, സെക്കൻഡ് ചാപ്റ്റർ മീഡിയം വെയിറ്റ്, 3rd ചാപ്റ്റർ വിട്ടോ,
വിട്ടോ. ഇത് പക്ഷേ സമയമുള്ള കുട്ടികൾ ദയവ് ഇത് പഠിക്കാൻ നോക്കണം, മറക്കരുത്. ഡെയിലി 7:30 ലൈവ് ഉണ്ട്, മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, പോയി ക്ലാസ് കാണാം. ഓക്കെ, ഇനി ബയോളജിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ എന്താണെങ്കിലും പഠിക്കുക, വേറെ ഒരു വഴിയില്ല. 3ാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ, മാർക്ക് ഇല്ല എന്നല്ല, മാർക്ക് അത്യാവശ്യം ഉണ്ട്, അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ. അപ്പം അതുകൊണ്ടാണ് ടിക്ക് ഇടാത്ത റോങ് ഇടാത്തത്. പഠിക്കരുതെന്ന് ഞാൻ പറയില്ല. ആദ്യത്തെ 2 ചാപ്റ്റർ എന്താണെങ്കിലും പഠിക്കണം, അത് തന്നെ നല്ല മാർക്ക് കിട്ടും. എത്ര നിങ്ങൾക്ക് 39 മാർക്ക് കിട്ടി. ഓക്കെ, ആ കാര്യം മറക്കരുത്. ഇനി ഹിന്ദിയിലേക്ക് വരുമ്പോൾ, ഹിന്ദി ആയിരിക്കും നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബണ്ടി എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഒന്നും വന്നിട്ടില്ല, അപ്പോൾ നിങ്ങളത് പഠിക്കണ്ട. ഓക്കെ, കൂടിപ്പോയ വർഷം 5-6 മാർക്ക് വരാനാണ് പ്രതീക്ഷയുള്ളൂ. ഓക്കെ, പിന്നെ ഐ എം അബ്ദുൽ കലാം, ആ ചാപ്റ്റർ തൽക്കാലം വിടാം. ഓക്കെ, ആദ്യത്തെ 3 ചാപ്റ്റർ പഠിക്കുക. ആദ്യത്തെ ചാപ്റ്റർ ഉറപ്പായിട്ടും വരും. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ചിലപ്പോൾ ഒരു ടിപ്പണി ആയതുകൊണ്ട് കവിത, ഒരു കവിത എന്താണെങ്കിലും വരും. അതൊരു നിങ്ങളൊരു പേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കഥയും ഒരു കവിത എന്താണെങ്കിലും വരണമല്ലോ. അതുകൊണ്ട് തന്നെ കവിത ഉണ്ടാവും, ഈ ഇതുണ്ടാവും. ടിപ്പണി ചിലപ്പം കുറച്ച് മാർക്കിൽ തരും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് ചെയ്യരുത്. ഓക്കെ, പിന്നെ റൈറ്റിംഗും ഗ്രാമറൊക്കെ നിങ്ങൾക്ക് മാരത്തോണിൽ പറഞ്ഞാലും പേടിക്കണ്ട, അപ്പോൾ ആ ദിവസം വരും. ഇനി ഇങ്ങോട്ടേക്ക് വരിക നമ്മുടെ ഇംഗ്ലീഷിലേക്കും സെയിം ലോജിക് ഉപയോഗിക്കുകയാണെങ്കിൽ 2 യൂണിറ്റൊക്കെ ആയിരിക്കും വരേണ്ടത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ചാപ്റ്റർ എന്താണല്ലേ, ഫസ്റ്റ് ചാപ്റ്ററിന് കുറേ ചോദ്യങ്ങൾ വരും. നിങ്ങൾക്ക് റൈറ്റിംഗ്, പാരഗ്രാഫ്, ബ്ലൂ എന്നൊക്കെ വരും. സെക്കൻഡ് ചാപ്റ്റർ ഷോർട്ട് സ്റ്റോറിയാണ്, നിങ്ങളൊന്ന് വേഗം വായിച്ച് പോയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്ന് വായിച്ച് പോവാം. ഓക്കെ, നിങ്ങളുടെ ഓപ്ഷനാണ്. തേർഡ് ചാപ്റ്റർ എന്താണെങ്കിലും പഠിച്ചോളാം, പോയമാ. ആദ്യത്തെ ഇത്രയും ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പോയം ആകെ ഇതേ വരുന്നുള്ളൂ. ഓക്കെ, കവിത. അപ്പം ഒരു ചാപ്റ്റർ ഒരു പോയം എന്താണെങ്കിലും അറിഞ്ഞിരിക്കണം, കാരണം പോയമിന് ക്വസ്റ്റ്യൻ വരാം, അത് ഇവിടുന്നേ വരുള്ളൂ. അപ്പം ഇവിടെ ഇതും കൂടി പഠിച്ച് നല്ല മാർക്ക് കിട്ടി. 80 മാർക്ക് പരീക്ഷയുണ്ട്, ഇത്രയും പോരാ. ഒരു മെമ്മോ, പ്രോജക്ട് ടൈഗറും കൂടി പഠിച്ചു വെക്കുക. 2 ടിക്കറ്റ് ഉണ്ട്. ബാക്കിയുള്ള സിസ്റ്റർ ഷൂ വേണം വിട്ടോ. പിന്നെ ഈ ജനറൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റിങ്ങും ഗ്രാമറും ഡിസ്കോഴ്സും ഒക്കെയാണ്. അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് എല്ലാവർക്കും ഒരു പകുതി മാർക്ക്, എന്ത് എഴുതി വെച്ചാലും ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ പകുതി മാർക്ക് കിട്ടും. അതോടെ നിങ്ങൾ രക്ഷപ്പെട്ടു അവിടെ. ഓക്കെ, ഇനി സോഷ്യലിലേക്ക് വരുമ്പോൾ SS1 ഉണ്ട്, SS2 ഉണ്ട്. സോഷ്യൽ 1ലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റെവല്യൂഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഇവിടെ എല്ലാവരും നല്ലോണം പഠിച്ചിരിക്കണം. എല്ലാ റെവല്യൂഷൻസും പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ റെവല്യൂഷനും ഒരു 5 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ അറിയില്ല, നിങ്ങളെ ചുറ്റി നിങ്ങളുടെ ആൻസറിലേക്ക് എത്തിക്കാൻ നോക്കുക. 5 പോയിന്റ്സ് എല്ലാത്തിനെയും പറ്റി പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞു. വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. 3rd ചാപ്റ്റർ നിങ്ങളുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. 4th ചാപ്റ്റർ തൽക്കാലം പഠിക്കേണ്ട, നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പഠിക്കേണ്ട. ഇനി അതേ സമയത്ത് ഇങ്ങോട്ടേക്ക് വരിക, സീസൺസ് ആൻഡ് ടൈം ജോഗ്രഫിയിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. അതിൽ മെയിനായിട്ട് ചോദിക്കുക എങ്ങനെയാണ് സീസൺസ് ഉണ്ടാവുക ആൻഡ് എങ്ങനെയാണ് ടൈം സോൺ ഇതാക്കുക. ആ 2 കാര്യം മെയിനായിട്ട് പഠിക്കുക. എന്തുകൊണ്ടാണ് സീസൺസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ, സണ്ണിൻ്റെ ചുറ്റും റൊട്ടേഷൻ ഉണ്ട്, ആക്സിസിൽ 35 ഡിഗ്രി, അതുകൊണ്ടാണ് മെയിനായിട്ട് പറയാം. ആ കാര്യം ആംഗിൾ ഞാൻ പറഞ്ഞാൽ കറക്റ്റ് ആണെന്നില്ല കേട്ടോ. പിന്നെ സെർച്ച് ഓഫ് വിൻഡ് സോഴ്സും പഠിക്കുക. അടുത്ത ചാപ്റ്റർ പഠിക്കേണ്ടെന്ന് വെക്കുക. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു A ലെവൽ എത്തി, ഭാഗ്യമുണ്ട് A+ കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളെ പേപ്പർ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ ചാപ്റ്റേഴ്സ് നോക്കി 25 ചാപ്റ്റർ നിങ്ങൾ പ്രോപ്പറായി പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും മിനിമം A കിട്ടും. ഓക്കെ, പക്ഷേ ഒഫീഷ്യൽ സിലബസ് ഇല്ല. അപ്പോൾ നിങ്ങൾ 25 ചാപ്റ്റർ പഠിക്കുമ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ കുറച്ച് ചാപ്റ്റേഴ്സ് ഓപ്ഷനായി വെച്ചിട്ട് 5 ചാപ്റ്ററും കൂടി പഠിക്കാൻ പറ്റാണ് 30 ചാപ്റ്റർ. അത് നന്നായിട്ട് പഠിക്കുക, എക്സാം അടിപൊളിയായിട്ട് ചെയ്യുക. ഇതൊന്നും പേടിക്കേണ്ട മക്കളെ. പിന്നെ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ നോക്കണം, നിങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കുക. നിങ്ങൾക്കറിയാം ഡെയിലി 7:30 എക്സാമിനറുടെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ഉണ്ട്. കഴിഞ്ഞ വർഷം മക്കൾ എക്സാമിനറുടെ ബാച്ചിലെ 5000 കുട്ടികളിനെക്കാളും കൂടുതൽ ഫുൾ A+ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിലേക്ക് നോക്കുകയാണെങ്കിൽ 10-20,000 കുട്ടികൾ നമ്മുടെ പഠിച്ചിട്ട് ഫുൾ A+ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ A+ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ ലൈവിൽ വരിക, ക്ലാസ് എടുക്കുക, സപ്പോർട്ട് ചെയ്യുക, വേഗം ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഒന്നും പേടിക്കേണ്ട, നമ്മളുണ്ട് കൂടെ. പിന്നെ ലാസ്റ്റ് അനൗൺസ്മെന്റ്, നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫീസ് കുറച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 3-ാം തീയതി വരെ മാത്രമേ. ഓണം എക്സാം തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. വേഗം ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എക്സാമിനർ മാത്സിൻ്റെ ഇങ്ങനത്തെ ഷോർട്ട് നോട്ട്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഷോർട്ട് നോട്ട്സ്. ഓക്കെ, ഈ വീഡിയോ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യാം.